മലയാള സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെയ് മാസം റിലീസായി എത്താൻ പോകുന്ന ടെർബോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൃത്യം 9 മണിക്കാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നത്. രാത്രി നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇടിയോടിടി പടം. പ്രതീക്ഷിച്ചതിനും അധികമുള്ള ഇടിയുണ്ടെന്ന് സംശയമുണ്ട് ട്രെയിലർ കണ്ടിട്ട്. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ ട്രെയിലർ വൈറലാവുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏകദേശം 16 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ യൂട്യൂബിൽ ആ ഒരു ട്രെയിലർ 26 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം ട്രെൻഡിങ്ങിൽ നമ്പർ 1ഉം 1.5 ലക്ഷത്തോളം ലൈക്കും ചിത്രത്തിൻ്റെ ട്രെയിലർ നേടിയിട്ടുണ്ട്. ടെർബോയുടെ ഭാഗത്തുനിന്നും ഇതുവരെ പോസ്റ്ററിലൂടെ മാത്രമാണ് ചിത്രത്തിൻ്റെ ഹൈപ്പ് ഇരട്ടിയാക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ പുറത്തു വന്ന ട്രെയിലർ ഇതുവരെയുള്ള ഹൈപ്പിനേക്കാൾ ഇരട്ടി ഹൈപ്പിലേക്കാണ് ചിത്രത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. കന്നഡയിലെ സൂപ്പർ താരം രാജ്പി ഷെട്ടി ടെർബോയിൽ ശക്തമായ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിൽ അത് വ്യക്തമായി. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5ാമത്തെ ചിത്രത്തിൽ മമ്മൂക്കക്ക് ശക്തനായ ഒരു വില്ലൻ ഉണ്ടെന്ന് ട്രെയിലറിലൂടെ വ്യക്തമാണ്. കാണുമ്പോൾ എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസ് തന്നെയാണ്. ഏകദേശം 72 വയസ്സുള്ള ഒരാളാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. ഈ വരുന്ന മെയ് 23-ന് മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ റിലീസിനാണ് ടെർബോ എന്ന സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ഏകദേശം 400-ന് മുകളിലുള്ള സ്ക്രീനിലും ഏകദേശം 50 രാജ്യങ്ങളിലടക്കം ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഈ ഒരു ഹൈപ്പ് ചിത്രത്തിന്റെ റിലീസിന്റെ ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ കഴിയുമ്പോൾ നിലനിർത്താൻ സാധിച്ചാൽ ചിത്രം മികച്ചൊരു കളക്ഷൻ നേടുമെന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ ടെർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.